ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലാണ്. അതിൻ്റെ അവസാന ഭാഗമാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുന്നു. മർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീട്ടിൽ യേശു എപ്പോഴും വരുമായിരുന്നു. യേശുവിൻ്റെ ഇഷ്ടമുള്ളൊരു വീടായിരുന്നു, ഇഷ്ടമുള്ള ആൾക്കാരായിരുന്നവർ. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം ലാസറിന് അസുഖമായി. ആളിനെ വിട്ടെങ്കിലും വന്നില്ല. അവൻ മരിച്ചു, അവനെ അടക്കം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യേശു കടന്നു വരുന്നത്. അതുവരെ മറിയ കാത്തിരുന്നു. മാർത്ത പലതും പറഞ്ഞെങ്കിലും മറിയ കാത്തിരുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ വാസം അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. മറിയുടെയും ലാസറിൻ്റെയും മർത്തയുടെയും വീട്ടിൽ ആ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. വാസ്തവമായിട്ടും യേശു കൂടെ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള അനിഷ്ടങ്ങളോ പ്രയാസങ്ങളോ ഒന്നും വരാൻ പാടില്ലല്ലേ? അതൊരു തെറ്റായ ധാരണയാണോ? അതുകൊണ്ടായിരിക്കും കർത്താവ് അങ്ങനെ പറഞ്ഞത്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. കർത്താവിനെ വിളിക്കുമ്പോഴും കർത്താവ് കൂടെ ഉള്ളപ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ ആരാധിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പാട്ടുപാടുമ്പോഴും ശുശ്രൂഷ ചെയ്യുമ്പോഴും വിശ്വാസികളായിരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കഷ്ടങ്ങളുണ്ട്. അത് മാറിയിട്ടൊരു ക്രിസ്തീയ ജീവിതം നമുക്കില്ല. അതുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് അതുകൊണ്ട് വൈദ്യനെ കാണേണ്ടതായിട്ട് വരും. അത് കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന്. അപ്പോൾ വൈദ്യനെ കാണുക. പിന്നെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ മണ്ണാണല്ലോ നമ്മുടെ ശരീരം. മണ്ണിനകത്ത് കുരിച്ചിലുണ്ട്, മുത്തങ്ങകൾക്കും പുല്ലുകൾക്കും എല്ലാം ഉണ്ടാകും, സ്വാഭാവികമാണ്. അതെല്ലാം മാറി ഒരു വിടുതൽ ദൈവം നമുക്ക് തരും. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിലും വേദനകളിലും പ്രയാസങ്ങളിലും നമ്മളെ സഹായിപ്പാൻ കൂടെയുണ്ട്. ലാസറിൻ്റെ കുടുംബത്തെ മാത്രമല്ല, നമ്മളെയും സഹായിപ്പാൻ, നമ്മുടെ കഷ്ടതകളിൽ കൂട്ടാളിയായിരിക്കാൻ, നമ്മളോടൊപ്പം കരയുവാൻ, നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിൽ വിശ്വാസമർപ്പിച്ച് സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, മാറ്റമില്ലാത്ത തിരുവേദന ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. അവിടുത്തെ നാമത്തെ അങ്ങ് മഹത്വപ്പെടുത്തിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.